ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 23 ആണ്, ദ റിട്ടേൺ ഓഫ് ദി ലയൺ. എന്താണ്? സിംഹത്തിൻ്റെ തിരിച്ചുവരവ് എന്നാണ് ഒരു സ്റ്റോറിയുടെ നെയിം ഇട്ടിരിക്കുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് ദ ബ്രേവ് കിം ശിവാജി ഹു ലെഡ് ഹിസ് Maratha warriors to fight many battles against the Mughal army and defeated them? Well, after one battle, Aurangzeb, the Mughal king, captured and imprisoned him. What do you think happened to him? How do you think Shivaji's family felt when that happened? How did this news affect his brave soldier? അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, എന്താണ് ഈ സ്റ്റോറിയിൽ നമ്മൾ ലൈൻ എന്ന് പറയുന്നത് ശിവാജിനെയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, മുഗൾ ആർമീസൊക്കെ ആയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധീരനായ ഒരു രാജാവാണ് ശിവാജി. അപ്പോൾ അദ്ദേഹം എന്താണ്, തൻ്റെ മറാത്ത യോദ്ധാക്കളെ മുഗൾ സൈന്യത്തിനെതിരെ നിരവധി യുദ്ധങ്ങൾ നടത്തി അവരെ പരാജയപ്പെടുത്തി. അതുപോലെ ഒരു യുദ്ധത്തിന് ശേഷം മുഗൾ രാജാവായ ഔറംഗസീബ് അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കിയ കേസാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുപോലെ എന്തായിരിക്കും ആ സമയത്ത് ശിവാജിയുടെ ഫാമിലിക്ക് തോന്നിയിട്ടുള്ളത്, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റോറിയിൽ ആദ്യം തന്നെ തന്നിരിക്കുന്നത് ക്യാരക്ടേഴ്സാണ്. ശിവാജിയാണ് ആരാണ്? ഈ മറാത്താസിൻ്റെ റൂളറാണ് ശിവാജി, അതായത് ഭരണാധികാരി. ദെൻ ജിജാബായി എന്ന് പറയുന്നത് ശിവാജിയുടെ അമ്മയാണ്. ദെൻ മന്ത്രി ആരാണ്? ശിവാജിയുടെ ചരിത്രകാരനാണ് മന്ത്രിയായിട്ട് തന്നിരിക്കുന്നത്. ദെൻ സച്ചീവ് എന്ന് പറയുന്നതാണ് സെക്രട്ടറി. രാംദാസ് എന്ന് പറഞ്ഞാൽ പോയറ്റ്, അതായത് കവി, ശിവജിയുടെ ഗുരുവും അതുപോലെ സഹയാത്രിയുമാണ്. പിന്നെ സോയാബായി എന്ന് പറയുന്നത് ശിവാജിയുടെ ഭാര്യയും അതുപോലെ തന്നെ സംഭാജിയുടെ അമ്മയുമാണ്. അപ്പോൾ ശിവാജിയുടെയും സംഭാജിയുടെയും മോനാണ് ശിവാജിയുടെയും സോയാബായിയുടെ മോനാണ് സാംഭാജി എന്ന് പറയുന്നത്. അതുപോലെ പണ്ഡിറ്റ് റാമു എന്ന് പറഞ്ഞാൽ സാംഭാജിയുടെ വളർത്തമ്മയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. അപ്പോൾ ഈ സ്റ്റോറിയിൽ 2 ഭാഗങ്ങളായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റോറി നമുക്ക് വിവരിച്ച് തന്നിരിക്കുന്നത് 2 പാസേജ് ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാസേജിൽ എന്താണ് തന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാസേജിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് നമുക്ക് ബ്രീഫായിട്ട് അല്ലെങ്കിൽ ഈ പാസേജിൻ്റെ സമ്മറിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഓരോരുത്തരായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ഈ ഒരു സ്റ്റോറി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ വ്യക്തികളും തമ്മിൽ നടന്ന സംഭവം സംസാരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ശിവാജിയുടെയും അദ്ദേഹത്തിൻ്റെ അമ്മ ജിജാബായിയെയും കുറിച്ചുള്ളൊരു നാടകമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ശിവാജിയുടെ അഭാവത്തിൽ സംസ്ഥാനത്തിൻ്റെ റീജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ് ആര് ചെയ്തത്? ജിജാബായി ചെയ്യുന്നത്. ഈ വേഷത്തിൽ ജിജാബായി തൻ്റെ വികാരങ്ങളെ വളരെ നിയന്ത്രിക്കുന്നുവെന്നും അതുപോലെ ബുദ്ധിയോടും വിവേകത്തോടും കൂടി പ്രവർത്തിക്കുന്നുവെന്നും വായനക്കാർക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം ശിവാജി കൊല്ലപ്പെട്ടതായിട്ട് അറിയിച്ച് ഔറംഗസേബിൽ നിന്ന് ജിജാബായിക്ക് ഒരു കത്ത് ലഭിക്കുന്നു. മഹാരാഷ്ട്രയിലെ സിംഹമായ തൻ്റെ ധീരനായ മകൻ കൊല്ലപ്പെട്ടതായി അവൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്താണ്, അവർക്കൊരു കത്ത് ലഭിക്കുകയാണ് ജിജാബായിക്ക്. അപ്പോൾ ആരാണ്? രാംദാസാണ് അതിൽ പറയുന്നത്. ആഗ്രയിൽ നിന്നൊരു കത്താണെന്ന് പറഞ്ഞ് ജിജാബായിക്ക് കൊടുക്കുകയാണ്. അതിൽ എന്താണ് ശിവാജി കൊല്ലപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, പക്ഷേ ഇത്രയ്ക്ക് ധീരനായ ഒരു സിംഹം ആയിട്ട് ജീവിച്ചൊരു മകൻ മരിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ ഔറംഗസീബിന് കള്ളം പറയുന്ന ശീലമുണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ വാർത്ത ഒരു വ്യാജമായി കണക്കാക്കുകയും ആളുകളെ നിരാശരാക്കുമെന്നതിനാൽ വാർത്ത വെളിപ്പെടുത്തരുതെന്ന് മന്ത്രിയോട് പറയുകയും ചെയ്തു, അല്ലേ? അപ്പോൾ ഔറംഗസീബിന് എപ്പോഴും എന്താണ് ഇങ്ങനെ നുണ പറയുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് ഈ ഒരു കത്ത് സത്യമല്ലെന്ന് വിശ്വസിച്ച് മറ്റുള്ളവർ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു നിരാശ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മന്ത്രിയോട് ഈ കേസ് ആരോടും പറയരുതെന്നാണ് ജിജാബായി പറയുന്നത്. ഇനി സൈനികർക്കിടയിൽ കലാപത്തിൻ്റെയും അസംതൃപ്തിയുടെയും സൂചനകൾ ഉണ്ടാകുമെന്ന് മന്ത്രിജി അവളോട് പറയുമ്പോൾ അവരുടെയും അവരുടെ കുടുംബങ്ങളെയും എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്നും അവരുടെ ശ്രദ്ധ തിരിക്കാനും കലാപം തടയാനും അവൾ മന്ത്രിയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് പറയുന്നത്? ജിജാബായി ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാസേജിൽ ആ ഒരു ലെറ്റർ കിട്ടി. ആ ലെറ്റർ വളരെയധികം നിരാശയാണ് എല്ലാവരുടെ ഉള്ളിൽ പടർത്തിയത്. എങ്കിൽ പോലും ജിജാബായിക്ക് അറിയാമായിരുന്നു തൻ്റെ മകൻ നല്ലൊരു ധീരനായതുകൊണ്ട് തന്നെ അവന് മരിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ഔറംഗസീബിന് എപ്പോഴും നുണ പറയുന്ന ഒരു ശീലം ഉള്ളത് കൊണ്ട് ആ ലെറ്റർ കള്ളമാണെന്ന് ഉറപ്പായിരുന്നു. ഓക്കെ, ഇനി സെക്ഷൻ 2 പറയുന്നത് എന്താണ്? സൈനികർക്കിടയിൽ നാടകത്തിൻ്റെ 2ാം ഭാഗത്തിൽ
വടക്ക് നിന്ന് വന്ന 3 വിശുദ്ധന്മാരെ ജിജാബായി സ്വാഗതം ചെയ്യുന്നതാണ് പറയുന്നത്. 3 സാധുക്കളെയാണ് എന്ത് ജിജാബായി സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ 3 പേര് കാണാൻ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുവാണ്. ഓക്കെ, അപ്പോൾ അതിൽ ശിവാജിയെയും മകൻ സാംഭാജിയെയും ഔറംഗസേബ് അറസ്റ്റ് ചെയ്തതായി അവൾക്ക് വാർത്ത നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ്, ശിവാജിയുടെ മകനായ സാംഭാജിയെയും ഔറംഗസേബ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ 3 പേര് വന്നവർ ഈ അമ്മോട് പറയുന്നത്. ജിജാബായി അവരുടെ അനുഗ്രഹം ചോദിക്കുമ്പോൾ അവർ 2 പേര് മാത്രമേ അവളെ കടപ്പാട് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതായത് എല്ലാ അനുഗ്രഹം ചോദിക്കുന്ന സമയത്ത് 2 പേർക്ക് ഒരു കടപ്പാട് കാണിച്ചു. ഇനി 3ാമത്തെ ആൾ എന്താണ്, ജിജാബായുടെ കാലിൽ വീഴുകയായിരുന്നു. അപ്പോൾ സാധുക്കളിൽ ഒരാൾ ആരായിരുന്നു, ശിവാജി ആയിരുന്നു. ശിവാജി എന്താണ്, സാധുവിൻ്റെ വേഷം കെട്ടി ജിജാബായുടെ മുന്നിൽ വരുമായിരുന്നു. അപ്പോൾ മകൻ എന്ത് ചെയ്തു, ജിജാബായുടെ കാലിൽ വീണു. അപ്പോഴാണ് ഇത് മകനാണെന്ന് ജിജാബായിക്ക് മനസ്സിലാവുന്നത്. സുരക്ഷിതമായി തിരിച്ചെത്തിയ പേരിൽ ശിവാജി ഒരു ആഘോഷം പ്രഘോഷിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, തിരിച്ചെത്തി എന്നും പറഞ്ഞ് സമാധാനത്തിൽ ഒരു ആഘോഷം വൈകുന്നേരം നടത്താമെന്ന് തീരുമാനിക്കുകയാണ്. അതുപോലെ സംഭാജിയെ ഓർത്ത് വിഷമിക്കുക എന്നത് നിർത്തണമെന്നും ശിവാജി അമ്മയോട് പറഞ്ഞു. കാരണം സുഹൃത്തുക്കളോടൊപ്പം താൻ സുരക്ഷിതനാണെന്നും പിന്നീട് അവരോടൊപ്പം ചേരുമെന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ എന്താണ്, ശിവാജി തിരിച്ചു വന്നു. അപ്പോൾ ശിവാജി തിരിച്ചു വന്നപ്പോൾ 3 സാധുക്കളുടെ വേഷത്തിൽ 3 പേര് വന്നതിൽ ഒരാളായിരുന്നു ശിവാജി. അപ്പോൾ ശിവാജി വന്നു കഴിഞ്ഞപ്പോൾ ശിവാജി പറഞ്ഞു, ഞാൻ എന്താണ് സംഭാജിനെ കുറിച്ച്, അതായത് മകനെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ആ സുഹൃത്തുക്കളോടൊക്കെ സുരക്ഷിതനാണെന്നും പിന്നീട് അവരോടൊപ്പം ശിവാജി ചേരും എന്നാണ് പറയുന്നത്. അതിനുശേഷം എന്താണ്, വൈകുന്നേരം അവർ ഈ തിരിച്ചു വന്നതിൻ്റെ ആഘോഷം നടത്താമെന്നാണ് ഇതിൽ ഈ സെക്കൻഡ് പാസേജിൽ പറയുന്നത്. സോ അത്ര ആണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് തരുന്നത്. ദെൻ എന്താണ് ഇതിലൂടെ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്? എന്താണ് സന്ദേശം തരുന്നത്? അതായത് ഒരു നല്ല നേതാവ് അസ്വസ്ഥജനകമായ വാർത്തകൾ കേട്ട് പരിഭ്രാന്തരാകില്ല അല്ലേ, എന്നാൽ ശാന്തനായിരിക്കുകയും അതുപോലെ വിവേകത്തോടും ഉത്തരവാദിത്തോടും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സൈനികർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസംതൃപ്തി തടയാൻ എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ജിജാബായി മന്ത്രിജിയോട് പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല നേതാവിന് വിഷമകരമായ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അറിയാം അല്ലേ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും താല്പര്യവും ക്ഷേമവുമാണ് കാര്യക്ഷമതയും ഉത്തരവാദിത്തമുള്ള ഒരു നേതാവിൻ്റെ മനസ്സിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോഴും ജിജാബായി തകർന്നില്ല. അതുപോലെ തന്നെ എന്താണ്, മറ്റുള്ളവരെ അസ്വസ്ഥരാക്കാതെ തന്നെ ഒരു ധൈര്യത്തോടെ മുന്നേറാണ് ചെയ്തത്. അതാണ് ഒരു നല്ല നേതാവിൻ്റെ. അപ്പോൾ ഒരു നേതാവിനെ കുറിച്ചിട്ടാണ്, ഒരു സിംഹമായിട്ട് ശിവാജിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവാണ് ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഒരു നേതാവെന്ന് പറഞ്ഞാൽ എപ്പോഴും ധീരതയോടെ എന്ത് സാഹചര്യം വന്നാലും അതേ കുലുങ്ങാതെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. അതാണ് ഈ സ്റ്റോറി നമുക്ക് നൽകുന്ന സന്ദേശം. ഓക്കെ, താങ്ക് യു.